അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന 5 ലക്ഷം 10 അല്ല ചിലപ്പോൾ 20 ലക്ഷം രൂപയായിരിക്കും നമ്മൾ ആ സമയത്ത് വേണ്ടി വരിക. ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കൊടുക്കുന്ന CAGR കൊടുത്ത CAGR 18.7% റിട്ടേണാണ്. അപ്പോൾ മാർക്കറ്റ് താഴുന്നത് SIPയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കുട്ടി 18 വയസ്സാകുമ്പോൾ 10-15 വർഷം ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു എമൗണ്ടിന് വലിയൊരു തുകയായിരിക്കും ചിലപ്പോൾ ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ പേരിലേക്ക് വരുന്നത്. വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ്. ഇതിനുള്ള ചെലവ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെലവ് മീറ്റ് ചെയ്യുന്നതിന് എവിടെയെല്ലാം നിക്ഷേപം നടത്തണം, എങ്ങനെയെല്ലാം നിക്ഷേപം നടത്തണം, ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജിയോജിത്ത് ഹെഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി ശ്രീ ജീവൻ കുമാർ KC ആണ്. വെൽക്കം സർ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി 17 വയസ്സിന് ശേഷം ഹയർ സ്റ്റഡീസിന് പോകുന്നു. ആ കുട്ടിയുടെ ജനനം മുതലുള്ള ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചെലവുകൾ, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള ചെലവ് എപ്പോഴും അവരോടൊരു കൺസേൺ ആണ്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ പേരിലുള്ള നിക്ഷേപം ആ കുട്ടിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് തുടങ്ങേണ്ടത്? ഇൻവെസ്റ്റ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഗോൾഡൻ പ്രിൻസിപ്പിൾ. 3 റൂൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് റൂൾ പറയുന്നത് ഇൻവെസ്റ്റ് ഏർലി എന്നുള്ളതാണ്. പിന്നെ ഇൻവെസ്റ്റ് റെഗുലർലി, ഇൻവെസ്റ്റ് ഫോർ ലോങ് ടൈം, അങ്ങനെയുള്ള ഒരു 3 റൂൾസാണ് സാധാരണ പറയാറുള്ളത്. അതിൽ ഇൻവെസ്റ്റ് ഏർലി എന്നുള്ള ഒരു റൂൾ ഏറ്റവും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റേഴ്സാണ് കുട്ടികൾ. അപ്പം കുട്ടി ജനിച്ച ഉടനെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ എന്നെ ഒരു വയസ്സായിട്ടേ തുടങ്ങാവൂ, അല്ലെങ്കിൽ ഇത്ര കാലം കഴിഞ്ഞിട്ട് തുടങ്ങാൻ മതി എന്നുള്ളതിനേക്കാൾ ഉപരി കുട്ടി ജനിച്ച ഉടനെ തന്നെ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉടനെ തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ട് ചെയ്യേണ്ട കാര്യം. നമ്മുടെ മുന്നിൽ നിരവധി നിക്ഷേപ ഓപ്ഷനുകളുണ്ട്. ഉദാഹരണത്തിന് RD, PPF പോലുള്ള നിക്ഷേപങ്ങളുണ്ട്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പോലുള്ള മറ്റുള്ള നിക്ഷേപങ്ങളുണ്ട്. അങ്ങനെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും മികച്ച നിക്ഷേപ മാർഗം ഏതായിരിക്കും? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആക്ച്വലി ട്രഡീഷണലി അല്ലെങ്കിൽ കൺവെൻഷനലി നമ്മൾ പിന്തുടർന്ന് പോരുന്ന ഈ RD, FD അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, സേവിങ്സ്, ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സേവിങ്സുകൾ ഒത്തിരി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം പിന്നെ PPF ഉണ്ട്, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പെൺകുട്ടികളാണെങ്കിൽ സുകന്യ സമൃദ്ധി യോജനയുണ്ട്. അങ്ങനെ ഒരുപാട് ട്രഡീഷണൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്പോൺസേർഡ് സേവിങ്സുകൾ ഒത്തിരി ഉണ്ട്. അതിന് പുറമെ ഏറ്റവും മോഡേണായിട്ട് ഇപ്പോൾ ആളുകൾ കൂടുതൽ ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്സ്, മറ്റുള്ള അസറ്റ് ക്ലാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ കൂടുതൽ ആസ്തി തിരഞ്ഞെടുക്കുക. ഇപ്പം ഗോൾഡ് ഒരു നല്ലൊരു ഓപ്ഷനാണ്. എല്ലാവരും ചിന്തിക്കുന്നത് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഫിസിക്കലി ഗോൾഡ് മേടിക്കുക, അതിനേക്കാളൊക്കെ ഉപരി ഗോൾഡിൻ്റെ ഇലക്ട്രോണിക് മോഡൽ വാങ്ങാനുള്ള ETF ഉണ്ട്. ഇപ്പം ഇത്രയും ലിക്വിഡായിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ കാശാക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഗോൾഡിൻ്റെ അതേ നിലവാരത്തിൽ അല്ലെങ്കിൽ ഗോൾഡിന് എന്താണോ വില വ്യതിയാനം വരുന്നത് അതിനനുസരിച്ചുള്ള അപ്രിസിയേഷനൊക്കെ ലഭിക്കുന്ന ഗോൾഡ് ETF ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് നമ്മൾക്ക് റിട്ടേൺ നോക്കുകയാണെങ്കിൽ 7.1% മറ്റാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഒരു റിട്ടേൺ. പക്ഷേ എങ്കിൽ 15 വർഷത്തേക്ക് തുടരാമെന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തുകൊണ്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൽ വേണമെങ്കിൽ PPF കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിടാം. അതല്ല എങ്കിൽ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് 5 വർഷത്തെ കാലയളവാണ് NSCക്കുള്ളത്. അതിനിപ്പോൾ 7.7% റിട്ടേൺ ഉണ്ട്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ സുകന്യ സമൃദ്ധി യോജനയ്ക്ക് 8.2% റിട്ടേൺ ഉണ്ട്. അപ്പം ഒരു പെൺകുട്ടി, അത് പെൺകുട്ടികൾക്ക് മാത്രം വേണ്ടിയുള്ളതാണ്. പെൺകുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അതിനൊക്കെ വേണ്ടിയിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 21 വയസ്സാകുമ്പോഴാണ് നമ്മളത് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിൽ ETF ഇടാം, ഗോൾഡ് സോവറിൻ ബോണ്ട് ഇടാം. ഇതൊക്കെ കുറച്ച് കാലത്തേക്ക്, അല്ലെങ്കിൽ 5 വർഷം 10 വർഷം 15 വർഷം ടൈം ഫ്രെയിം വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അസറ്റ് ക്ലാസ്സിൽ വരുന്നൊരു അപ്രിസിയേഷൻ അതിനുണ്ടാവും. പിന്നെ നമ്മളുള്ളത് മ്യൂച്വൽ ഫണ്ട്സുകളാണ്. മ്യൂച്വൽ ഫണ്ട്സ്, ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം പക്ഷേ അത് ലംസമായിട്ട് ഇടാം, അല്ലെങ്കിൽ SIP ആയിട്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ എല്ലാ തരം നിക്ഷേപങ്ങളും കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമാണ്. കാലാവധി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എത്ര കാലത്തേക്ക് എന്നുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ ഓപ്ഷൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് കാലാവധിക്ക് അനുസരിച്ചാണ് നമ്മൾ നിക്ഷേപ ഓപ്ഷൻ ഏതാണ് തീരുമാനിക്കുക. അതെ. കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഇത്തരം നിക്ഷേപ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കണം പരിഗണിക്കേണ്ടത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതായത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ പേരിലുള്ള ഒരു നിക്ഷേപം എടുക്കുന്ന സമയത്ത് നമ്മൾ ഗോളിന് ഒന്ന് പ്രയോറിറ്റി നോക്കണം. നമ്മളിപ്പം കുഞ്ഞുങ്ങളുടെ വളരെ ചെറിയ കുഞ്ഞാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അയാളുടെ PKG അഡ്മിഷനോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ 3-4 വർഷം കഴിഞ്ഞിട്ട് വരുന്ന അഡ്മിഷൻ ആണെങ്കിൽ അതൊരു ഇമ്മീഡിയറ്റ് ഗോളാണ്. നേരെ മറിച്ച് ഒരു
ഉന്നത വിദ്യാഭ്യാസത്തിന് കുട്ടി ഒരു 17 വയസ്സ് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് സമയമുണ്ട് നമുക്ക്. അപ്പോൾ ഗോളിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അതിനൊന്ന് പ്രയോറിറ്റി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ആദ്യം ലക്ഷ്യം എന്താണ് തീരുമാനിക്കണം. തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം വിവാഹം ഇപ്പോൾ പെൺകുഞ്ഞുങ്ങളുടെ വിവാഹങ്ങളാണെങ്കിൽ അതൊരു വിവാഹമാണെങ്കിൽ അതിന് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഗോളാണ്. പക്ഷേ അതിനേക്കാൾ മുമ്പേ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ കുഞ്ഞിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിനായിരിക്കും. പിന്നെ അത് മാത്രമല്ല, വിവാഹം പഠിത്തം കഴിഞ്ഞ് വരുന്ന ഒരു കാര്യമാണ്. അപ്പം വിദ്യാഭ്യാസത്തിന് അപ്പം നമ്മൾ അതിനുള്ളൊരു മുൻഗണനാ ക്രമങ്ങളൊന്ന് പാലിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും സംഭവിക്കാറുള്ളതെന്ന് വെച്ചാൽ, ഈ കോഴ്സിന് വേണ്ടിയില്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ഒരു PG ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രാജുവേഷന് വേണ്ടിയിട്ടുള്ളൊരു ഒരു 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 ഗോൾ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ ആ ഗോൾ മീറ്റ് ചെയ്യാനുള്ള എമൗണ്ടിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും അനുബന്ധ ചിലവുകളും കൂടി ഉണ്ടാവുക. മനസ്സിലായി? ഇപ്പോൾ പോയി വരാനുള്ള ചിലവ്, ഹോസ്റ്റൽ ഫീസ്, അപ്പോൾ അതെല്ലാം കൂടി കണക്കിലെടുത്ത് ഒരു ബഫറായിട്ടുള്ള ഒരു എമൗണ്ടും കൂടി നമ്മൾ പ്ലാൻ ചെയ്ത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ കാശ് മാത്രം ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കാനുള്ള കാശ് മാത്രം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളതിനിടക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ വാല്യൂ ഒന്ന് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെ കറക്റ്റായിട്ട് റിട്ടേൺ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളത് മാറ്റി പിടിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കണം. നമ്മളെ ഫിക്സ്ഡ് ഒരു റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്ന പരമ്പരാഗത നിക്ഷേപങ്ങളാണെങ്കിൽ ഓക്കെ, അതങ്ങ് പൊക്കോളും. പക്ഷേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. അത് റിവ്യൂ ആണ്, കൃത്യമായ ഒരു റിട്ടേൺ ലഭിക്കുന്നില്ലെന്നോ. റെഗുലറായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതാ നമ്മൾ തിരഞ്ഞെടുത്ത സ്കീം ചിലപ്പോൾ മോശമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിന് സ്വിച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനും വിദ്യാഭ്യാസ ചെലവും പരസ്പരം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ഏത് രീതിയിലാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? പണപ്പെരുപ്പത്തിൻ്റെ ഒരു ഭീഷണി നമുക്ക് എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഇൻഫ്ലേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 5% മുതൽ 5.5% വരെ നോർമൽ ഇൻഫ്ലേഷൻ നമ്മൾ പറയാറുണ്ട്. അപ്പം പക്ഷേ ഇന്ത്യയുടെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ 2 മേഖലകളിൽ ഇൻഫ്ലേഷൻ കൂടുതലാണ്. ഒന്ന് ആരോഗ്യരംഗം, ഒന്ന് വിദ്യാഭ്യാസ രംഗം. അപ്പോൾ ഒരു ആവറേജ് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ശരാശരി 10 മുതൽ 11% വരെ ഇൻഫ്ലേഷൻ എഡ്യൂക്കേഷൻ രംഗത്തുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഒരു 5 ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു കോഴ്സിന് 11% ഇൻഫ്ലേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 വർഷം കഴിഞ്ഞാൽ ഈ 5 ലക്ഷത്തിന് 10 ലക്ഷം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എവറി 6 years നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഫീസ് ഇരട്ടിയാവുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു 5 വയസ്സായുള്ള ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ 17 വയസ്സാകുമ്പോഴത്തേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 12 വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട്. അപ്പം എവറി 6 years അത് ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന 5 ലക്ഷം 10 അല്ല ചിലപ്പോൾ 20 ലക്ഷം രൂപയായിരിക്കും നമ്മൾ ആ സമയത്ത് വേണ്ടി വരിക. മനസ്സിലായല്ലോ? ഇരട്ടിയോളം വേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ കാശ് സ്വരൂപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴേ ആരംഭിക്കണം. അപ്പോൾ പണപ്പെരുത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ റെലവൻ്റ് ആണ്, എസ്പെഷ്യലി ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ആരോഗ്യരംഗത്തും ഇതേപോലെ തന്നെ ഹയർ ഇൻഫ്ലേഷനാണ്. അപ്പം നമ്മളിത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആരംഭിക്കുമ്പം ഈ ഇൻഫ്ലേഷൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി കണക്കിലെടുത്തിട്ട് വേണം അത് പ്ലാൻ ചെയ്യാൻ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നിരവധി നിക്ഷേപ ഓപ്ഷനുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ സാധാരണയായി എല്ലാവരും നിക്ഷേപിക്കുന്ന നിക്ഷേപ ഓപ്ഷനുകളും SIPയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച നിക്ഷേപം ഏതായിരിക്കും? SIPയുടെ ഒരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഏറ്റവും ഫലപ്രദമായിട്ട് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് SIP. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നിക്ഷേപം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷത്തെ ഒരു കാലയളവ് എടുത്തു കഴിഞ്ഞാൽ ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കൊടുത്ത CAGR 18.7% റിട്ടേണാണ്. നമ്മളിവിടെയുള്ള ഇൻഫ്ലേഷൻ ഒരു 5.5% 6% ഒക്കെ എടുത്താൽ പോലും ഇൻഫ്ലേഷനെ ബഹുദൂരം പിന്നിലാക്കുന്ന ഒരു റിട്ടേണാണ് SIP തരുന്നത്. അപ്പം നമ്മളൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ വേണ്ടിയുള്ള ചിലവുകൾ ഏറ്റവും ഹ്യൂജാണ്. ഇപ്പോഴത്തെ ഏറ്റവും മാറിയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന 2 മേഖലകളാണ്, ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ കൂടുതലാണെങ്കിൽ കുറച്ച് റിസ്ക് ആണെങ്കിൽ ആ റിസ്കിനെ നമുക്ക് കവർ ചെയ്യാം. എങ്ങനെയെന്ന് പറയുന്നത് ദീർഘകാലത്തേക്കാണ്. ഇപ്പോൾ ഒരു 2 വയസ്സായ കുട്ടിക്ക് 17 വയസ്സാകുമ്പം ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു 15 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപ പ്ലാൻ ചെയ്യുന്ന ഒരു പാരൻറ്റിന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം 15 വർഷത്തെ ടൈം ഫ്രെയിം ഉണ്ട്. അപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ട് SIP ആയിട്ട് ഇടുന്നത് വളരെ വലിയൊരു ഒരു ഓപ്ഷനാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഒരു റിസർച്ചിൻ്റെ ഒരു പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് ഫണ്ട് എടുത്താൽ ഇപ്പോൾ ഒരു 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാണെന്ന് ഇരിക്കട്ടെ ഒരു മാസം.
ഒരു മാസം 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം 60,000 രൂപ, 10 വർഷം കൊണ്ട് 6 ലക്ഷം രൂപ അല്ലേ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന വാല്യൂ, ഇൻവെസ്റ്റഡ് എമൗണ്ട്. 20 വർഷം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ 12 ലക്ഷം രൂപയാണ് അല്ലേ. 5,000 രൂപ പ്രതിമാസം 20 വർഷത്തേക്ക് ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 12 ലക്ഷം രൂപയാണ്. 20 വർഷം കൊണ്ട് ഒരു ലാർജ് ക്യാപ് ഫണ്ട് ആവറേജ് 65 ലക്ഷത്തിൻ്റെ മേലെ കോർപ്പസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 12 ലക്ഷത്തിന് ബാക്കി 50 ലക്ഷവും 50 ലക്ഷത്തോളം രൂപ, 55 ലക്ഷത്തോളം രൂപ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ 4/1 അല്ലെങ്കിൽ 20 വർഷത്തേക്കുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പകുതിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ. അപ്പം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഷോർട്ട് ടൈം അല്ലാത്ത ഗോളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് SIP സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ഗോളിനും അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ SIP സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ SIPയിലോ അല്ലെങ്കിൽ ഓഹരി വിപണിയിലോ നിക്ഷേപം നടത്തുമ്പോൾ എപ്പോഴും ആളുകളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മാന്ദ്യമുണ്ടായാൽ ഓഹരി വിപണികൾ തകരും, ആ സമയത്ത് അവരുടെ നിക്ഷേപത്തിന് എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്ക എല്ലാ കാലത്തും ഉണ്ട്. ഉദാഹരണത്തിന് അൺഎക്സ്പെക്റ്റഡ് ആയൊരു വോർ വന്നാലോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി വന്നാലോ കോവിഡ് പോലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായാലോ, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാന്ദ്യമുണ്ടായാൽ അത് നിക്ഷേപങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക എപ്പോഴുമുണ്ട്. അതെങ്ങനെയായിരിക്കണം നമ്മൾ പരിഗണിക്കേണ്ടത്? ഇതിൽ 2 കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, പരമ്പരാഗത നിക്ഷേപങ്ങൾ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 7.1% PPF തരുന്നു, 7.7% നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് തരുന്നു, സുകന്യ സമൃദ്ധി യോജന 8.2% തരുന്നു. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ ആണ് അല്ലേ. ഇക്വിറ്റിയിൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു റിസ്ക് ഉണ്ട്. പക്ഷേ ആ റിസ്കിനെ മറികടക്കാനാണ് നമ്മൾ ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തുന്നത്. ഇപ്പോൾ അഭിലാഷൻ ചോദിച്ചു കോവിഡാണ് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ. 2020 നമ്മൾ കോവിഡ് അടിക്കുന്നത്. 2020 മാർച്ച് മാസം അവസാനമാണ് പ്രധാനമന്ത്രി നമ്മളോട് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. അന്ന് ബോംബെ BSE സെൻസെക്സ് 42, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഏപ്രിൽ മാസമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഏപ്രിൽ 20 മാർച്ച് 20. ആ സമയത്ത് സെൻസെക്സ് 42,000 സെൻസെക്സ് നേരെ 26,000 പോകുന്നത്, 42,000 മനസ്സിലല്ലേ. അപ്പം നമ്മൾ ചെയ്യും ഇതോടുകൂടി തകർന്നു. 6 മാസം കൊണ്ട് ഈ 42,000 കറന്ന് 50,000 എത്തി മാർക്കറ്റ്. ഇന്നിപ്പോൾ സെൻസെക്സ് 80,000-അടുത്താണ്, 79,000, 86,000 വരെ പോയി. അപ്പം ഓരോ താഴ്ചകളിലും പോസിബിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി SIP തരുന്നുണ്ട്, മനസ്സിലായി. SIPയുടെ ഒരു തത്വം തന്നെ അങ്ങനെയാണ്. നമ്മൾ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ അപ്സിലും ഡൗൺസിലും ഇൻവെസ്റ്റ് ചെയ്യണം. മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് യൂണിറ്റേ കിട്ടൂ, മാർക്കറ്റ് വളരെ താഴ്ന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ യൂണിറ്റ് കിട്ടും. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ അക്വയർ ചെയ്യുന്ന യൂണിറ്റിൻ്റെ ആവറേജ് കോസ്റ്റ് കുറവായിരിക്കും. നല്ലൊരു മാർക്കറ്റ് നോക്കി എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റ് താഴുന്നത് SIPയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്വതസിദ്ധമായ റിസ്ക് നമ്മൾ കണക്കിലാക്കിയിട്ട് വേണം. അത് മറികടക്കാനാണ് നമ്മൾ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുന്നത്. നമ്മൾ സ്കീമിൻ്റെ പെർഫോമൻസ് വിലയിരുത്തും വേണം. അപ്പം റിസ്ക് എടുത്താലാണ് റിവാർഡ് ഉള്ളത്. പക്ഷേ ഈ റിസ്ക് കാൽക്കുലേറ്റഡ് റിസ്ക്കാണ്. നമുക്കത് വേണമെങ്കിൽ മറികടക്കാൻ നമ്മൾ ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. കുട്ടികളുടെ ഒരു എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ നടന്ന ഒരു 10 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി തീർച്ചയായും നമുക്ക് റിസ്ക് എടുക്കുന്നതിൽ തെറ്റില്ല. മനസ്സിലായല്ലോ. നിക്ഷേപ പദ്ധതികൾ കുട്ടികളുടെ പേരിൽ നമ്മൾ ആരംഭിക്കുമ്പോൾ ആ കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ, ആ കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ ഈ നിക്ഷേപങ്ങൾക്ക് എന്താണ് സംഭവിക്കുക? ആക്ച്വലി ഇന്ത്യയിൽ മൈനറുടെ പേരിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നത്, ആക്ച്വലി അവർ കൊടുക്കാമെങ്കിൽ, അവരുടെ പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാമെങ്കിൽ അത് മുഴുവൻ ഡീൽ ചെയ്യുന്നത് ഗാർഡിയൻ്റെ അഡ്രസ്സ് വെച്ചിട്ടും, ഗാർഡിയനാണ് ഓൺ ബിഹാഫ് ഓഫ് മൈനർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അഭിലാഷിൻ്റെ മകന് വേണ്ടിയിട്ട് ഒരു മൈനറാണല്ലോ, മൈനർ എന്നുള്ള കൊച്ചു മകനാണ്. മകന് വേണ്ടിയിട്ട് നമ്മൾ അഭിലാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുകയാണെങ്കിൽ മൈനർക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് മകൻ അഭിലാഷാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അഭിലാഷിൻ്റെ KYCയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അഭിലാഷിൻ്റെ മകനാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫ്, അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് അഭിലാഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് മൈനർ അക്കൗണ്ടിൽ തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ ജോയിൻ്റ് ആയിട്ടൊന്നും തുടങ്ങാൻ പറ്റില്ല. മൈനർ പേര് തന്നെ തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഓൺ ബിഹാഫ് ഓഫ് മൈനർ യു ആർ ഇൻവെസ്റ്റിംഗ്. 18 വയസ്സാവുന്ന സമയത്ത് മകൻ മേജറായി. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ, പിന്നെ അയാൾ വലിയ ഇൻഡിവിജ്വലായി മാറി. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ MAM എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ ഉണ്ട്, മൈനർ ടു മേജർ അപ്ലിക്കേഷൻ. അത് സബ്മിറ്റ് ചെയ്യുക, മകൻ തന്നെ പുതിയ KYC ചെയ്യുക, മകൻ്റെ ബാങ്ക് അക്കൗണ്ട് ക്യാപ്ചർ ചെയ്യുക. പിന്നെ ഇതെല്ലാം മകൻ്റെ പേരിലേക്ക് ആവണം. പിന്നെ അഭിലാഷ് അവിടെ നിന്ന് പിൻവാങ്ങാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അത് നോർമലി, അപ്പോൾ ഈ ഒരു മൈനർ ടു മേജർ ഈ ഫോർമാലിറ്റി, ഇങ്ങനെയുള്ള KYC, ഇതേപോലുള്ള ഈ അപ്ലിക്കേഷൻ സബ്മിഷൻ ഇതെല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതുവരെയുള്ള ഇൻവെസ്റ്റ് ചെയ്ത കോർപ്പസ് മുഴുവൻ മൈനർ അക്കൗണ്ടിലേക്ക് എത്തും. അപ്പോൾ അഭിലാഷിൻ്റെ റോൾ തീരുന്നു. പിന്നെ അവിടെ നിന്ന് തൊട്ടിട്ട് അങ്ങേക്ക്. ഇതിൽ വേറൊരു കാര്യം, നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ പേരിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി നമ്മൾ പറയുമ്പം
ഇതിലൊരു പ്രോസ് ആൻഡ് കോൺസ് എല്ലാത്തിലും ഉണ്ട്. അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ടാണ് നമ്മളിത് കുഞ്ഞുങ്ങൾക്ക് 18 വയസ്സിൽ നമ്മൾ മാറ്റി കൊടുക്കുമ്പം അത് അവരെങ്ങനെ വിനിയോഗിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മളൊരു മോണിറ്ററിങ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടി 18 വയസ്സാകുമ്പോൾ 10-15 വർഷം ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു എമൗണ്ടിന് വലിയൊരു തുകയായിരിക്കും ചിലപ്പോൾ ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ പേരിലേക്ക് വരുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, അതെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു മോണിറ്ററിങ് കൂടി നമ്മൾ നടത്തുന്നത് നല്ലതായിരിക്കും. അതല്ലാതെ എങ്ങനെ സംവിധാനത്തിൽ ഇപ്പം ഫുള്ളി ഈ 18 വയസ്സിന് ശേഷം ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് മുഴുവൻ എമൗണ്ടും കൊടുക്കാതെ പാരൻറ്റിൻ്റെ ഒരു മോണിറ്ററിങ്ങും കൂടെ വരുന്ന രീതിയിൽ എങ്ങനെ? അല്ല, അത് മൈനർ നിക്ഷേപങ്ങൾ 18 വയസ്സ് മൈനർ മേജറായി കഴിഞ്ഞാൽ മേജർ പേരിലേക്ക് തന്നെ പോകും. അതിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അത് പിന്നെ നമ്മളാണല്ലോ ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളത് മൈനറും കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള ഇപ്പം ഒരു പെർട്ടിക്കുലർ ഗോൾ വെച്ചിട്ടായിരിക്കും ചിലപ്പം അഭിലാഷ് തുടങ്ങുന്നുണ്ടാവും, ഗാർഡിയൻ തുടങ്ങിയിട്ടുണ്ടാവും. 18 വയസ്സാകുന്ന സമയത്ത് ആ കുട്ടിക്ക് എഡ്യൂക്കേഷൻ ആവശ്യത്തിന് നിങ്ങളത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മാത്രം. പിന്നെ വേറെ ഇതിൻ്റെ കോൺസ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്താണെന്നുള്ള കാര്യം ഒരു മെസ്സേജ് കറക്റ്റായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് കുട്ടി ചെറുതാകുമ്പോൾ തന്നെ നിങ്ങൾ കുട്ടിക്കായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുക. അതിൻ്റെ വളർച്ചയൊക്കെ കുട്ടി ഒരു പക്ഷേ 5 വയസ്സിലോ 10 വയസ്സിലെങ്കിലും 15 വയസ്സ് കഴിഞ്ഞാലെങ്കിലും കുട്ടി അത് നിരീക്ഷിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ കാശ് സേവ് ചെയ്യണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുഞ്ഞുങ്ങൾക്ക് ഇൻഡയറക്റ്റ്ലി നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയും കൂടിയാണിത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് കൂടി ഇതിലുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.